ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഇന്നലെ രാത്രിക്കായി ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കന്മാര്, സഹോദരന്മാര്, കുഞ്ഞുങ്ങള്, വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാരെ, ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്റെ കുടുംബത്തിൽ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാല മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ഇടക്കരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യൻ റിവൈവൽ അസംബ്ലി എന്ന് പറയുന്ന ഒരു സംഘടനയോട് ചേർന്ന് കഴിഞ്ഞ 17 വർഷമായി കർത്താവിന്റെ വേലയിൽ ഞാനായിരിക്കുകയാണ്. കഴിഞ്ഞ 2007 ഇടക്കരയിൽ കടന്നു പോവുകയും ഒരു 3 കുടുംബങ്ങൾ മാത്രം അവിടെയുള്ള സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് ആരാധന ആരംഭിച്ചു. 2007 അവിടെ കടന്നു പോയത്. ദൈവസന്നദ്ധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഒരു 10 സെന്റ് സ്ഥലം അവിടെ മേടിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. 9.5 ലക്ഷം രൂപ മുടക്കി ഒരു സ്കൂള് പണിയുവാൻ കർത്താവ് സഹായിച്ചു. മാത്രമല്ല ഇന്ന് 14 കുടുംബത്തോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെ കഴിഞ്ഞ വർഷം എനിക്ക് ഒത്തിരി അനുഭവം സാക്ഷ്യം പറയാനുണ്ടെങ്കിലും സമയ ചുരുക്കമാണല്ലോ. കഴിഞ്ഞ വർഷം എൻ്റെ കാലിൻ്റെ 2 ഓപ്പറേഷൻ നടക്കേണ്ടതായിട്ട് വന്നു. 14-ാമത്തെ വയസ്സിൽ എനിക്കൊരു പനി വന്ന് ഞാൻ എൻ്റെ ഒരു ഭാഗം വിലഹീനതയായി പോയതായിരുന്നു. എന്നാലും കഴിഞ്ഞ വർഷം നമ്മുടെ കാലിൻ്റെ ഇവിടുത്തെ ഈ ബോൾ 2 ഞാൻ മാറ്റി വെക്കുവാൻ കർത്താവ് സഹായിച്ച ഏകദേശം 5 ലക്ഷം രൂപയോളം അതിന് വേണ്ടി വന്നു. എന്നാല് സ്വതന്ത്രം സകലം ബാധ്യത ഉള്ളത് കൊണ്ട് 1 മാസത്തെ വിസിറ്റിങ്ങിന് വേണ്ടിയാണ് ഞാൻ കടന്നു വന്നത്. 21-ാം തീയതി ചൊവ്വാഴ്ച രാത്രി ഞാൻ മടങ്ങി പോകും. കർത്താവിന്റെ ദാസൻ നാട്ടിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 2012 ഞാൻ ഇവിടെ കടന്നു വന്ന് ഇവിടെയുള്ള ദൈവസഭയോട് ഒരുമിച്ച് അല്പസമയം വചന ശുശ്രൂഷിക്കാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. സമയപരിധി ചുരുക്കമായതുകൊണ്ട് ഇവിടെ ഞാൻ ഇരുന്നപ്പോൾ ദൈവഹൃദയത്തിൽ തന്ന ഒരു വേദഭാഗം സ്തോത്രം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വായിക്കേണ്ട ഞാൻ തന്നെ പറയാം. കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് 3 മക്കളുണ്ട്. മൂത്ത മകള് +2-ല്, രണ്ടാമത്തെ മകൾ 9ാം ക്ലാസ് പഠിക്കുന്നു. 3ാമത്തെ മോൻ 6ാം ക്ലാസ് പഠിക്കുന്നു. അവിടെയുള്ള സഭയോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ലഘുപ്രഭാഷകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ എന്റെ ദൈവം അറിയുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സമയം വേർതിരിച്ച് ദൈവസന്നദ്ധിയിൽ ആശ്രയിക്കുവാൻ എത്ര പേര് കടന്നു വന്ന് ദൈവത്തിന്റെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവോ, ഇന്ന് രാത്രി വിളിച്ച് ഞാൻ പറയട്ടെ, ആ ദൈവം നമുക്ക് നല്ലവനാണ്. ഇന്ന് രാത്രി ദൈവമയം വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തില് അവൻ കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ, അവന്റെ മുമ്പിൽ പൊട്ടുമടങ്ങുന്നുവെങ്കിൽ, ആ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ, ആഴിക്ക് പഞ്ചസാര മണലുകൊണ്ട് അതിരിട്ടവൻ, ആകാശത്തെ വിരിച്ചവൻ, ആകാശത്തെ ചാണ്ടുകൊണ്ടളക്കുന്നവൻ, ഭൂമിയിലെ പൊടി മുഴുവൻ നാഴി കൊള്ളിക്കുന്നവൻ, സമുദ്രത്തിലെ വെള്ളം ഉള്ളം കൈ വഹിക്കുന്ന ദൈവം, ചതഞ്ഞ ഓട ഒട്ടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരികെടുത്താത്ത ദൈവം, അച്ചപ്പമെടുത്ത് 5000 പേർക്ക് കൊടുത്തവൻ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ മുടന്തനെ നടത്തുമാറാക്കിയവൻ, കുരുടനെ കാഴ്ച കൊടുത്തവൻ, അവൻ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അഖിലാണ്ടത്തിന്റെ ഉടയവനാകുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ആ വലിയവനായ ദൈവം നമുക്ക് അവൻ നല്ലവനാണ്. പ്രൈസലോ മാത്രമല്ല അവൻ കഷ്ട ദിവസത്തിൽ ആ ദൈവം നമുക്ക് ശരണമാണ്. പ്രൈസലോ അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് ഓരോ ദിവസങ്ങളിലും മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ സർവകൃപാലുമാകുന്ന സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകളിൽ നിന്ന് ചുരുക്കുന്ന സമയം അനുവദിച്ചത് കർത്താവിന്റെ ദാസനോട് നന്ദി പറഞ്ഞ് ദൈവം തന്നെ